ഓരോ പരിസ്ഥിതി ദിനവും കടന്നു പോകുമ്പോൾ നാടിന് തണലൊരുക്കാൻ കഴിഞ്ഞതിൻ്റെ ആവേശത്തിലും സന്തോഷത്തിലുമാണ് കാസർഗോഡ് നീലേശ്വരം പടിഞ്ഞാറ്റം കൊഴുവൽ തണൽ കൂട്ടായ്മ. കഴിഞ്ഞ 22 വർഷമായി പരിസ്ഥിതി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സംഘമാണിത്. 2 പതിറ്റാണ്ട് മുൻപാണ് കാസർഗോഡ് തണൽ പടിഞ്ഞാറ്റം കൊഴുവൽ നീലേശ്വരം എന്ന പേരിൽ ഒരു സംഘടന രൂപം കൊണ്ടത്. ആരോഗ്യ പ്രവർത്തകർ, കോളേജ്, സ്കൂൾ അധ്യാപകർ, വ്യത്യസ്ത മേഖലയിലുള്ള മറ്റു തൊഴിലാളികൾ എന്നിവരായിരുന്നു കൂട്ടായ്മയ്ക്ക് പിന്നിൽ. സാമൂഹിക, സാംസ്കാരിക, ആരോഗ്യ സേവന മേഖലകളിൽ കൂടാതെ പരിസ്ഥിതി വിഷയങ്ങളിൽ ജാഗ്രതയോടെ ഇടപെടുന്ന സജീവ സാന്നിധ്യമായി സംഘടന മാറി. വഴിയരികിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് ബോധവൽക്കരണങ്ങൾ നടത്തി. എല്ലാ പരിസ്ഥിതി ദിനങ്ങളിലും പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി. നീലേശ്വരം കോട്ടം ശ്രീ വേട്ടക്കൊരുമകൻ ക്ഷേത്രത്തിന്റെ കുളത്തോട് ചേർന്ന് കിടക്കുന്ന കാടുപിടിച്ച സ്ഥലം വൃത്തിയാക്കി ഔഷധമരങ്ങൾ വെച്ചുപിടിപ്പിച്ചു. ഇന്ന് അനേകം വിദ്യാർത്ഥികൾ അവയെക്കുറിച്ച് പഠിക്കാൻ തണൽ ഉദ്യാനത്തിൽ എത്താറുണ്ട്. കോട്ടം ശ്രീ വേട്ടക്കൊരുമകൻ ക്ഷേത്ര കുളത്തിനോടനുബന്ധിച്ചുള്ള ഈ ഒരു ഔഷധങ്ങളും വൃക്ഷങ്ങളുള്ള ഒരു ഉദ്യാനം തണൽ 10 വർഷത്തോളമായി സംരക്ഷിച്ചു വരുന്നതാണ്. തണൽ പ്രവർത്തകർ തന്നെ നട്ട് വെള്ളമൊഴിച്ച് പരിപാലിച്ചു വരുന്നതാണ്. ഇവിടെ ഔഷധ സസ്യങ്ങളുണ്ട്, പച്ചക്കറി വൃക്ഷങ്ങളുണ്ട്, അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങളുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള വൃക്ഷങ്ങളുമുള്ള ഒരു സ്ഥലമായി ഇതിനെ മാറ്റിയിരിക്കുകയാണ്. പൊതുവിടങ്ങളിലെ ചെറുചെടികളുടെ പരിപാലനം തണലംഗങ്ങൾ ഏറ്റെടുത്തു. ക്ഷേത്രക്കുളത്തിൽ നിന്നും വെള്ളമൊഴിച്ച് സംരക്ഷിച്ചു. ബാക്കിയുള്ളിടത്തും നക്ഷത്ര വൃക്ഷങ്ങളടക്കം വെച്ചുപിടിപ്പിച്ച് ഹരിതയിടമാക്കി മാറ്റുക, പൊതുസ്ഥലങ്ങളിൽ പച്ചത്തുരുത്തുകൾ തീർക്കുക എന്നിവയാണ് ലക്ഷ്യം. കുറെ കൂടി ജാഗ്രതയോടെ പരിസ്ഥിതി വിഷയങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കാനും വ്യത്യസ്തമായ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനുള്ള ഒരുക്കത്തിലാണ് തണൽ കൂട്ടായ്മ. ന്യൂസ് മലയാളം, കാസർഗോഡ്.